ഓസി അവരാതോ എന്തെങ്കിലും പെണ്ണ് കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ഇൻഫോ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് നീ എന്താ ഉദ്ദേശിക്കുന്നത്, എന്ത് വേണം, നമ്മൾ രണ്ടും അല്ലാതെ വേറൊരാൾ അറിയരുത്, അത്രേ ഉള്ളൂ. നമ്മുടെ സൈഡ് ക്ലിയർ ആണ്, അത് തലയിൽ വരും എന്നുള്ളത് കൊണ്ട് മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞപ്പോൾ അവരുടെ ഒരു അഭിപ്രായം കൺസിഡർ ചെയ്തിട്ടാണ് ഇനിയുള്ള സാധനം ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഇതുകൂടെ കാണിച്ചിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഈ ഡിസ്കഷൻ നമ്മൾ നിർത്തുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ വേണ്ട ഒരു ചാൻസ് കൂടെ ഇതാക്കാം എന്നുള്ള രീതിയിൽ പറയാം എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. ഇന്നലത്തെ ലൈവ് കഴിഞ്ഞപ്പം ഞാൻ ഓൾറെഡി ലൈവ് പറഞ്ഞായിരുന്നല്ലോ ഗൈസ്, എനിക്ക് MRCയുടെ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ MRC ഓഡിയൻസിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടികിട്ടും എന്ന് പറഞ്ഞ് MRCയുടെ ഒരു റെപ്യൂട്ടഡ് മെമ്പർ പറഞ്ഞു തുടങ്ങാല്ലേ, MRCയിലെ ഒരു റെപ്യൂട്ടഡ് മെമ്പർ എനിക്ക് രാത്രി ആയപ്പം എനിക്ക് ഒരാളുടെ അടുത്തുനിന്ന് കോള് വരുന്നു. MRCന്ന് എനിക്ക് ഒരു മെസ്സേജ്, അതായത് MRCയിലെ സൈഡിൽ നിന്ന് ഒരു പ്ലെയർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ബ്രോ TVയുടെ എന്തെങ്കിലും ഓസി അവരാതോ എന്തെങ്കിലും പെണ്ണ് കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ഇൻഫോ ഉണ്ടെങ്കിൽ ഒന്ന് എത്തിച്ചു തരണം. ക്യാഷ് ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും നമ്മൾ തരാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് MRCയിലെ CK മാരി വെളിയിൽ, അതായത് ഒരു ഗെയിമിന്റെ പേരിൽ നിങ്ങൾ ഈ പറയുന്ന ഈഗോ ഒക്കെ എനിക്കുണ്ടെങ്കിൽ വെളിയിലത്തെ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാൻ എനിക്കറിയാം, പക്ഷെ ഇത്രയൊന്നും ക്രൂക്ഡ് ആയിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ അതാ പറയണേ, ഇത്രയൊന്നും ക്രൂക്ഡ് ആയിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനത് ചിന്തിക്കത്തുമില്ല, ഞാനിങ്ങനെ ചെയ്യത്തുമില്ല. ഇതാ ഈ ചാറ്റ് ഉണ്ടോ, എടാ അങ്ങനെയുള്ള പ്രൂഫ് അറിയില്ല. ഇവനെ ആരും കോൾ വിളിച്ചായിരുന്നു, എന്നിട്ട് ഇവൻ പറഞ്ഞ് ഇവൻ ഇത് ചാറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, എടാ അങ്ങനെയുള്ള പ്രൂഫ് അറിയാലേ ഇപ്പം ഉള്ളതെന്ന് അറിയില്ല, ഒന്നുകൂടി നോക്ക്, നിന്റെ കയ്യിലുള്ളത് നിന്റെ പേര് വരുത്തില്ല, അത് ഉറപ്പാണ്. ആരുടെയെങ്കിലും ഒരു സാധനം കിട്ടണം, ലൈക്ക് എന്താ നീ ഓഫർ ചെയ്യുന്നത്, ലൈക്ക് അതെനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അപ്പൊ കോള് വിളിച്ചപ്പം ഇവൻ ഡ്രൈവിംഗിലാണ്, ടെക്സ്റ്റ് ആക്കുമെന്ന് പറഞ്ഞ് ഇതാക്കി. വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത മെസ്സേജാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ലൈക്ക് നീ എന്താ ഉദ്ദേശിക്കുന്നത്, എന്ത് വേണം, നമ്മൾ രണ്ടും അല്ലാതെ വേറൊരാൾ അറിയരുത്, അത്രേ ഉള്ളൂ. നമ്മുടെ സൈഡ് ക്ലിയർ ആണ്. അതാ ഞാൻ ചോദിച്ചത്, നീ എന്താ ഓഫർ ചെയ്തേ, ലൈക്ക് ക്യാഷ് ആയിട്ടാണോ? ക്യാഷ് ആയിട്ടെങ്കിൽ അങ്ങനെ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഗൈസ്, ഇവന്മാരുടെ മനസ്സിലെ റിവലറി ഒരിക്കലും പോത്തില്ല. ഇവർക്ക് ഒന്ന് പറഞ്ഞ രണ്ടിനും ഓസി കാര്യങ്ങളും പേഴ്സണൽ ഇഷ്യൂസും എടുത്തിട്ട് അവരാധിക്കണം. ഇത് HF ഇതിന്റെ ബ്ലഡാ, അത് ബ്ലഡ് അവരുടെ, ഇത് അവരുടെ ബ്ലഡാണ്, മനസ്സിലായോ? ഇത് അവരുടെ ബ്ലഡിലുള്ള സാധനമാണ്, ഇത് പോത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് തുടക്കം തൊട്ടേ MRC ഓഡിയൻസിന് ഇപ്പോഴെങ്കിലും ജസ്റ്റ് ഒരു ബ്രെയിൻ യൂസ് ചെയ്യണം ഗൈസ്, ജസ്റ്റ് ബ്രെയിൻ യൂസ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക, നിങ്ങൾ ഇങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവല്ലേ. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാലോ നിങ്ങൾ എല്ലാവരും എന്നെ ഇത്രയും ക്രിട്ടിസൈസ് ചെയ്തത്. ഞാൻ അന്ന് തൊട്ടേ എനിക്ക് വേണേ ആദ്യമേ പറയാറുന്നല്ലോടാ, എനിക്ക് MRCയുടെ ഒരു പ്രശ്നമില്ല, മറ്റേ ഫ്രണ്ട്ലി ആയിട്ട് പോവാന്ന്. നാളെ ഇത് ഇങ്ങനെ കാണാൻ വയ്യാത്തതുകൊണ്ടാണോടാ, ഇതേപോലത്തെ ആൾക്കാർ അതിനകത്ത് പ്ലെയർ ലിസ്റ്റിൽ ഉള്ളതുകൊണ്ടാ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ സത്യസന്ധമായിട്ട് ഇത് ഫ്രണ്ട്ലി ആയിട്ട് പോത്തില്ല, ഇതായിട്ട് പോത്തില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട്. നിങ്ങൾക്ക് ആർക്കും അപ്പോൾ അത് മനസ്സിലാവാതെ എന്നെ ക്രിട്ടിസൈസ് ചെയ്ത് എല്ലായിടത്തും എനിക്ക് ഇത് പറഞ്ഞ് കൊട്ട ചട്ടി അണ്ടി എന്നൊക്കെ ഒരു RP പോലും ചെയ്യാൻ സമ്മതിക്കാതെ എന്നെ അത്രയും ഇതാക്കിയതിന്റെ പുറത്താണ് ഞാൻ വന്ന് പറഞ്ഞത്. ഇനിയെങ്കിലും നീയൊക്കെ ഇങ്ങനെ ഇത്രയും ബ്രെയിൻഡഡ് ആവാതെ ഒരു സൈഡിൽ നിന്ന് ചിന്തിക്ക്, ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ചിന്തിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ നിങ്ങൾ ബുദ്ധിയില്ലാത്തവരെന്ന് ഞാൻ പറയണില്ല, ഒരാൾ പറയണത് കേട്ടിട്ട് എന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു സൈഡ് ചിന്തിച്ചിട്ട് മറ്റുള്ളവന്റെ ഇൻബോക്സിൽ പോയിട്ട് തള്ളക്കും നന്ദിക്കും വിളിക്കും. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഇതുപോലെ കുറച്ച് പേര് അതിനകത്തുണ്ട്. ഞാൻ ഈ വേണ്ടാന്ന് വെച്ച രണ്ട് കാര്യങ്ങൾ ഞാനത് കളയുക. കാരണം എനിക്ക് ഞാനിന്ന് വിളിച്ച് സംസാരിച്ച ആൾക്കാരിലും എല്ലാം കേട്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അവിടെ ഏകദേശം മനസ്സിലായി. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഡൗൺ ടൈമിൽ അവരെ കൂടുതൽ ഹേർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇത് ഞങ്ങൾക്ക് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഇത് ഇപ്പൊ MRC കളിക്കുന്ന ഫാൽക്കന്റെ സൈഡിൽ നിന്ന് എനിക്ക് ടെക്സാസിൽ ഉണ്ടായിരുന്ന സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ പേര് ഡ്രാഗ് ചെയ്ത് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ഇതായിട്ടുണ്ട്. അത് നടന്നതാ ഒന്ന്. അത് കഴിഞ്ഞിട്ട് എന്താ ഈ പറയണ എൻ്റെ വീട്ടിലെ ആൾക്കാരുടെ ഇതിലും മറ്റേ വൈഫിൻ്റെ ഇതിലും എല്ലാം വന്ന് സ്പാം ചെയ്യൽ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ RP കാരണം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ. എനിക്ക് അതുകൊണ്ടാണ് ഇവന്മാരുമായിട്ടുള്ള സാധനം എനിക്ക് സോൾവ് ചെയ്ത് നേരെ മുന്നിൽ നിന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് പറയാൻ പറ്റത്തില്ല എന്ന് നിങ്ങളോട് തുറന്ന് ഞാൻ അന്ന് തൊട്ടേ പറയണതിൻ്റെ കാര്യം ഇതാ. അല്ലാതെ ഗൈസ് MRC ആയിട്ട് എനിക്ക് എന്ത് പ്രശ്നം വരാനാ ഗൈസ്? എനിക്ക് എന്ത് പ്രശ്നം വരാനാ എനിക്ക് MRC ആയിട്ട്?
എനിക്ക് MRC എടുത്ത് എന്ത് ഈഗോ വരാനാ? ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ആർപിയും കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ നല്ലൊരു വാച്ച് കൗണ്ടിൽ സന്തോഷത്തോടെ ഇതിൽ നിന്ന് റവന്യൂ കിട്ടി, ഇതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നടന്ന് നമ്മുടെ മെമ്പേഴ്സ് എല്ലാം എന്താ ഇപ്പോൾ വെൽ സെറ്റിൽഡ് ആയി വരുന്ന ഓരോരുത്തരും വെൽ സെറ്റിൽഡ് ആയിട്ട് വരുന്ന എല്ലാവർക്കും PC കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുന്നു. ഇതെല്ലാം ചെയ്ത് ഇതാക്കിയിട്ടും അപ്പൊ നൂഡിൽസ് ഒക്കെ OC അല്ലേന്നോ? എടാ ഇതല്ല, ആ OC അല്ല ഇവന്മാർക്ക് വേണ്ട. ഇവന് വേണ്ടുന്നത് പെണ്ണ് കേസും, ഇവന് വേണ്ടുന്നത് അതാണ്. എന്റെ കൂടെ എന്റെ റിയൽ ലൈഫിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ വിളിച്ചിട്ടാണടാ ചോദിച്ചത്. നിനക്ക് എടാ ഇങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റണം. സ്റ്റിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? ബ്രെയിൻ യൂസ് ചെയ്യ് ബ്രോ, ബ്രെയിൻ യൂസ് ചെയ്യ്. ഫേക്ക് സ്ക്രീൻഷോട്ട് എന്ന് ഞാൻ ഒരു കാര്യം പറയാവേ. ദാ ഇത് നിന്റെയൊക്കെ വാടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. 1 മണിക്കൂർ 13 സെക്കൻഡ് ഫേക്ക് സ്ക്രീൻഷോട്ട് എന്നൊക്കെ പറയുന്നത് ഇതിനകത്തിരിക്കുന്നതുണ്ടല്ലോ. CK മാരി മാക്ക് ഷെയ്ക്ക് ഇതാ എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. 1 മണിക്കൂർ 13 സെക്കൻഡ് ഫേക്ക് സ്ക്രീൻഷോട്ട് എന്നും അതെന്നൊക്കെ പറഞ്ഞ് വെളുപ്പിക്കാൻ വന്നുണ്ടല്ലോ. വെച്ചങ്ങ് പ്ലേ 1 മണിക്കൂർ ഞാൻ ഇവിടെ പ്ലേ ചെയ്തിട്ട് ഞാൻ താഴെ പോയി CSKയുടെ കളി കണ്ടിരിക്കും. ഞാൻ ഇപ്പൊ ഇത് മാത്രമേ കാണിച്ചുള്ളൂ. അത് ആ 1 മണിക്കൂർ കാണിച്ച ആ 1 മണിക്കൂർ കാണിച്ച ആരൊക്കെ ഇതിനകത്ത് എക്സ്പോസ് ആവുന്നേ നിനക്കൊന്നും എന്റെ അടുത്ത് പറയല. അതുകൊണ്ട് ഇവിടെ വിടുക, ഞാനിത് ഇവിടെ വിടുക. ഇനി ചൊറിയരുത്. ഇനി ഞാൻ ഉപദ്രവിക്കാനും പോത്തില്ല. ഞാൻ അവന്മാരെ ഉപദ്രവിക്കാനോ അവരുടെ അടുത്ത് സംസാരിക്കാനോ ഒന്നും ഞാൻ പോത്തില്ല. എനിക്കിത് ചെയ്യണ്ട. എനിക്ക് എന്റെ കാര്യമായിട്ട് എനിക്ക് സന്തോഷത്തോടെ മര്യാദക്ക് എന്റെ നോർമൽ ലൈവ് സ്ട്രീംസ് നാളെ തൊട്ട് എനിക്ക് ചെയ്തു തുടങ്ങണം. അതുകൊണ്ട് ഇനി എന്നെ ട്രിഗർ ചെയ്യരുത്. ഇനി എന്റെ കാര്യം അനാവശ്യമായിട്ട് ഡ്രാഗ് ചെയ്താ ഞാൻ ഈ മറ്റേ കീബോർഡ് വാരിയർ പുണ്ടച്ചികളെ നോക്കുന്നില്ല. ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ സ്ട്രീമേഴ്സിന്റെ സൈഡിൽ നിന്നും ബാക്കിയുള്ളവരുടെ സൈഡിൽ നിന്നുമാണ്. ബാക്കിയുള്ളവരുടെ സൈഡിൽ നിന്ന് ഇനി എന്നെ ഇരുന്ന് അവരാധിച്ചാൽ ഈ പറയണ സാധനങ്ങൾ ഇത് ഒന്നൊന്നൊന്നായിട്ട് ഞാൻ പ്ലേ ചെയ്യും. ഇതൊരു 1 മണിക്കൂറിന്റെ ഉണ്ട്. ഇത് കൂടാതെ ഒരു 2 POV എൻ്റെ ഉണ്ട്. ആ 2 POV എന്നെ കൊണ്ട് പ്ലേ ചെയ്യിപ്പിക്കരുത്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇവിടെ നിർത്തിക്കോ. എനിക്ക് ഒരു റിവഞ്ചും ഇല്ല, ഒരു റിവലറി ഇല്ല. നിങ്ങൾ നല്ലൊരു ഗ്യാങ് ആയിട്ട് സെറ്റായി TV ആയിട്ടൊക്കെ നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് വരണ, സിറ്റിയിൽ ഡോമിനേറ്റ് ചെയ്യണ ഒരു നല്ല ഗ്യാങ് ആയിട്ട് വരട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു MRCയെ. എനിക്ക് MRCയെ എൻ്റെ ബോട്ടം ഓഫ് ദ പാർട്ടിന്ന് ഒരു രീതിയിലും ഇനി ഉപദ്രവിക്കേണ്ട. എന്നെ ഇത്രയും ചൊറിഞ്ഞ് മെന്റലി ഇതാക്കിയതിന് കൊണ്ടുള്ള റിപ്ലൈ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് എന്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആക്കാനില്ല. എനിക്ക് നന്മമരം കളിക്കണ്ട. കഴിഞ്ഞ ലൈവ് വന്നപ്പം കുറച്ച് നന്മമരം എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഈ വട്ടം കുറച്ച് ഹാർഷായിട്ട് പറയണത്. നന്മമരം ഒന്നും എനിക്ക് ആവണ്ട. എനിക്ക് നിങ്ങളുടെ ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്ത് എന്റെ വ്യൂവേഴ്സ് ആക്കാനുള്ള താല്പര്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഇത് ഇവിടെ തീർക്കുക. ഞാൻ ഇനി ഇതിൽ കൂടുതൽ എന്നെ സംസാരിപ്പിക്കരുത്. പിന്നെ എനിക്ക് പറയാനുള്ള എന്തെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഈ MRC എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ ഇതേപോലത്തെ OC ഡ്രാഗ് ചെയ്ത് OC കാര്യങ്ങൾ ഇതാക്കുന്ന ഇവനെതിരെ ആക്ഷൻ എടുക്കണം. മനസ്സിലായ? അതാണ് MRCയുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യം. ഇതുപോലത്തെ പോക്രിത്തരം എന്റെ പിള്ളേരുടെ അടുത്ത് നിന്ന് വരത്തില്ല. ഇവരെ ഞാൻ അങ്ങനെയാണ് ഇത്രയും നാൾ ഇതാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സാധനം ഇങ്ങനത്തെ എക്സ്ട്രീം വൾഗാരിറ്റിയും ഒന്നും നമ്മൾ വെളിയിലോട്ട് എൻകറേജ് ചെയ്യത്തില്ല. ഈ ഹേറ്റ് കൊടുക്കുക എന്നൊക്കെ പറയണത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പറയണത് ആരാണെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ബ്രെയിൻ ഉപയോഗിച്ച് ഇത് ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് MRC. ഒരു ആർപ്പിക്കും ഒന്നിനും നിങ്ങൾക്ക് താല്പര്യമാണ്. ഞാൻ ഒന്നിനും ഇനി പോകത്തില്ല. എനിക്ക് മതിയായി. ഇത്രയും നാൾ നിന്നതിനൊക്കെ ഉള്ളത് എനിക്ക് മര്യാദക്കൊക്കെ കേട്ട് വാ നിറച്ച് കിട്ടി. ഓരോരുത്തന്മാരുടെ വായിരിക്കുന്നതും എല്ലാം ഞാൻ കേൾക്കേണ്ട വന്നു. എനിക്കിനി താല്പര്യമില്ല. സിറ്റിയിൽ സിറ്റുവേഷനായിട്ട് വന്നാൽ സിറ്റുവേഷനായിട്ട് എടുക്കും. ഞാൻ ഇനി ഒന്നിനും ഇതാക്കാനും ബുദ്ധിമുട്ടിപ്പിക്കാനും നിങ്ങളെ അപരാധിക്കാനും ഒന്നിനും എന്റെ സൈഡിൽ നിന്ന് വരത്തില്ല. കേസ് ക്ലോസ്ഡ്. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞോടാ. ഇതന്നെ പറയാനുള്ളൂ. ഒന്നും പറയാണ്ടിരുന്നത് ഈ സാധനങ്ങളുണ്ട് മറ്റേതുണ്ടെന്നൊക്കെ പറഞ്ഞ് പണ്ടോട്ട് കളിക്കണം. അല്ല, ഇന്നത്തോടെ മൊത്തത്തിൽ വിടുവാണ്. ഇനി ഈ ടോപ്പിക്കായിട്ട് വന്ന് ഇനി അവരാധിക്കാനും മറ്റിതാക്കാൻ വന്നു കഴിഞ്ഞാൽ വായടച്ച് മിണ്ടായിരിക്കൂല. പറയുള്ള മൊത്തമൊക്കെ അടിച്ച് പറയും ഇനി തൊട്ട്. മനസ്സിലായി? പേടിയില്ല. അത് നമ്മൾ പറഞ്ഞേക്കാം. നമുക്ക് ആരെയും പേടിയില്ല ഇവിടെ. നമുക്ക് പറയാനാണെങ്കിൽ നമ്മൾ ഇരുന്ന് പറയും. ദിവസം അണ്ണൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഒന്നും അവരാധിക്കാൻ ഒരു വക ഒരുത്തരും ഇവിടെ വന്ന് പറയാനോ വന്നിട്ടില്ല. അല്ല, അവന് 5 വർഷമായിട്ട് എന്തോ കളിക്കുവാണ്. അവന്റെ എന്തോ നിറച്ച സാധനം നീ വെച്ച് കാണിച്ചോ. നമുക്ക് ഒരു പ്രശ്നമില്ല. നിനക്ക് കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. പിന്നെ നിന്റെ പേരിന്റെ മുകളിൽ 3 അക്ഷരം ഉണ്ടാവും. അവൻ എന്ത് കാണിക്കാനാണ്? അല്ല, അവൻ എന്ത് കാണിച്ചാലും അവൻ എന്ത് കാണിച്ചാലും ഞാൻ പറയാ. ബ്രോ ഭീഷണി ഒന്നും അല്ല ബ്രോ. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ട് പറയുന്നതിന് ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
നീ കാണിച്ചാ നീ ഉറങ്ങും, അത്രേ ഉള്ളൂ, വേറെ ഒന്നും. ഫേക്ക് സ്ക്രീൻഷോട്ട്. ആന്റണി മോസസ്, നീ അത് എന്തിനാ ഇവിടെ ഇങ്ങനെ സ്പാം ചെയ്തതെന്ന് വെച്ചാ, നീ MRCയുടെ ഫാൻ അല്ല, നീ നമ്മുടെ ഫാൻ അല്ല. നിനക്ക് നീ ഇപ്പൊ ഈ ഓഡിയോ കേൾക്കണം, വീഡിയോ കാണണം. നിനക്ക് ഇപ്പൊ 1 മണിക്കൂർ വീഡിയോ കാണണം. നീ ഒരു കാര്യം ചെയ്യ്. ഞാൻ അടുത്ത ദിവസം പത്തനംതിട്ട വരും. മാനസം പുന്നമൂട് കൂടൽ പിയോ പത്തനംതിട്ട, അതാണ് എന്റെ അഡ്രസ്. നീ അവിടെ വരിക, നിന്നെ ഞാൻ അവിടെ ഇരുത്തി, എന്റെ PC-ക്കകത്ത് ഇരുത്തി, എന്റെ ഹോം തിയേറ്റർ ഉണ്ട് വീട്ടിൽ, അത്യാവശ്യം നല്ല ഡോൾബി അറ്റ്മോസ്ഫിയറിൽ ഞാൻ പ്ലേ ചെയ്ത് നിന്നെ അവിടെ ഇരുത്തി കാണിച്ചു തരാം. മനസ്സിലായോ? നീ എന്നെ അങ്ങനെ ട്രിഗർ ആക്കണ്ട, മനസ്സിലായോ? നിനക്ക് ബുദ്ധിയില്ല, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇതായപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒന്നാമത്തെ കാര്യം ചാറ്റ് ട്രിഗറായി ഓൾറെഡി ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞതാ. അപ്പം ഇത് ഡ്രൈവിൽ കോപ്പി ചെയ്ത് വെക്കാം. എന്റെ ഇടക്കിടക്ക് PC ഇങ്ങനെ മാറുന്ന ഒരു ശീലം എനിക്കുള്ളതുകൊണ്ട് ഇവിടെ 916